ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരയിലയും പിന്നെ ഒരയിലൻ്റെ പകുതി എടുത്തിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു കാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അയില ഒന്ന് വെന്തോട്ടെ ഇതിൽ കിടന്നിട്ട് ഇതിനെ മുള്ള് നീക്കി കൊടുക്കണം. നമുക്ക് മീൻ വെന്ത് ഒക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ മുള്ളി നമുക്കിങ്ങനെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ചൂടാറുണ്ട് ഇതുമാതിരി മുള്ളുണ്ടാവില്ല, മുള്ളതൊന്നും വേണ്ട. ചൂടാറിയിട്ട് എടുത്തോളൂ, അപ്പോഴേ നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ. അത് നമുക്ക് കിട്ടില്ല, പകുതി മുള്ളും പിടിച്ചു പോകും. ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് നെയ്ച്ചോറിൻ്റെ അരി ഇട്ടിട്ട്, നമ്മളെ കായമാണ് സാധാരണ പച്ചരി എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് ഇത് കായമ്മ പച്ചരി ഇട്ട് കൊടുത്താലും മതി. കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഇവർക്കും ഇഷ്ടാവേ. കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഇത് നന്നായി വേവണം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തീരെ അരിയില്ലാണ്ട് വെന്ത് വരണം. ചൂടുവെള്ളം എടുക്കാം. ഇത് നന്നായി വേവട്ടെ ഇതിൽ കിടന്നിട്ട്. ഇപ്പം നമ്മൾ അരിയൊക്കെ വെന്താണ്. നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് മാറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഇത് നന്നായി അടിച്ചെടുക്കാം. ഒന്നുമില്ല, നന്നായി ഇങ്ങനെ നല്ലോണം ചേർത്തെടുത്താൽ മതി. മീനും അരിയും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ്. ഇതിൽ കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചെറിയ ഉള്ളി മാത്രം ഇട്ട് അരച്ചെടുത്താണ്. ഇതൊന്ന് പതച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ നമ്മളെ കാടി തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് പണ്ട് തലശ്ശേരിയിൽ എപ്പോഴും ഉണ്ടാക്കും. എല്ലാവരും കൂടിയുള്ളപ്പോൾ നല്ല സുഖം ഇരുന്ന് കഴിക്കാം. ഇപ്പാര ഓരോരുത്തരല്ല ഓരോ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ മടിയില്ല. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനിയിപ്പോൾ ഇത് കഴിക്കേണ്ട രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടുള്ള കാടി. ഇനി നമുക്ക് ഈ കാടി വെക്കുമ്പോൾ തന്നെ 2 അയില ഇട്ടിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. ഇത് മാങ്ങ ഇട്ട് വെച്ചതാണ്. ഇതും കൂട്ടിയിട്ട് ഇത് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇത് ഞാൻ കായമാരി എടുത്തുള്ളൂ. നമ്മളെ പച്ചരി എടുത്തിട്ടും ഉണ്ടാക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.